എത്രയും ബഹുമാന്യരായിട്ടുള്ള ജഡ്ജസ്, അതുപോലെ സീനിയർ അഭിഭാഷകരെ, ബാർ കൗൺസിലിന്റെ ഭാരവാഹികളായിട്ടുള്ള അംഗങ്ങളെ, പ്രിയമുള്ള അഭിഭാഷക സുഹൃത്തുക്കളെ, ബാർ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കണ്ടിന്യൂയിങ് ലീഗൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ നടപടികൾ ആരംഭിക്കുകയാണ്. ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷനായി, ഈ ഉദ്ഘാടന ഫംഗ്ഷന്റെ അധ്യക്ഷനായിട്ട് നമ്മുടെ ബഹുമാനായിട്ടുള്ള ചെയർമാൻ ശ്രീ ജോസഫ് ജോൺ സാറിനെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സെമിനാർ കമ്മിറ്റിയുടെ ബഹുമാനായ ചെയർമാൻ ശ്രീ എസ് കെ പ്രമോദിനെ ക്ഷണിക്കുന്നു. താങ്ക് യു സർ. എത്രയും ബഹുമാനായിട്ടുള്ള സംസ്ഥാന ബാർ കൗൺസിലിന്റെ അധ്യക്ഷൻ ശ്രീ ജോസഫ് ജോൺ സാർ, ഈ കണ്ടിന്യൂയിങ് ലീഗൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള ആദരണീയനായിട്ടുള്ള നിയമവകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് പി രാജീവ് സർ, ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായിട്ടുള്ള ബാർ കൗൺസിലിന്റെ ഭാരവാഹികളെ, അംഗങ്ങളെ, പ്രിയമുള്ള അഭിഭാഷക സുഹൃത്തുക്കളെ, സീനിയർ ലോയേഴ്സ്, സഹോദരി സഹോദരന്മാരെ, 12ാമത് ബാർ കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി കണ്ടിന്യൂയിങ് ലീഗൽ എഡ്യൂക്കേഷൻ രംഗത്ത് കോവിഡ് കാരണം വളരെ രൂപത്തിലുള്ള ശ്രദ്ധ പതിപ്പിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 12ാമത് ബാർ കൗൺസിൽ 2019 ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ് ചുമതലയേൽക്കുന്നത്. ആ വർഷം തന്നെ ഇതുപോലൊരു മെയ് 25-ാം തീയതിയാണ് കണ്ടിന്യൂയിങ് ലീഗൽ എഡ്യൂക്കേഷന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ബാർ കൗൺസിലിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കണ്ടിന്യൂയിങ് ലീഗൽ എഡ്യൂക്കേഷൻ എന്നുള്ള ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ ഭാഗമായുള്ള ക്ലാസുകൾക്ക് ഔദ്യോഗികമായ തുടക്കം കുറിച്ചു. 2019 സെമിനാർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും അതുപോലെ ജൂനിയർ ലോയേഴ്സിന്റെ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും 6 ക്ലാസുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുകയുണ്ടായി. ഏറ്റവും അവസാനത്തെ ക്ലാസ് 2020 മാർച്ച് മാസം തൃശ്ശൂരിൽ ഷെഡ്യൂൾ ചെയ്യുമ്പോഴാണ് നാഷണൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച് ആ പ്രവർത്തനങ്ങൾ അന്ന് അവിടെ ഉപേക്ഷിച്ച് പിന്നെ തുടർ പ്രവർത്തനം നടത്തുവാൻ കഴിയാതെ പോയി. കഴിഞ്ഞ ഒരു വർഷക്കാലം അഭിഭാഷകരായി എൻറോൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഡിഗ്രി കരസ്ഥമാക്കിയവർക്ക് പ്രൊഫഷനിൽ ഒരു ദിവസം പോലും സീനോട്ട് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി സജീവമായി അല്ലെങ്കിൽ ഏറെ ശ്രദ്ധ പതിപ്പിച്ചത് ഓൺലൈൻ എൻറോൾമെന്റ് സംവിധാനത്തിനാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ മറ്റ് ബാർ കൗൺസിലുകളിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി എൻറോൾമെന്റ് നടപടികൾ നടത്തുന്നതിൽ വളരെയധികം പിന്നോക്കം നിൽക്കുന്ന സന്ദർഭത്തിൽ കഴിഞ്ഞ ഒരു വർഷം കേരള ബാർ കൗൺസിൽ 2000-ഓളം അഭിഭാഷകരെ ഓൺലൈനിലൂടെ എൻറോൾ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ആ രൂപത്തിൽ പ്രവർത്തനങ്ങൾ അത്യാവശ്യമായി സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നിർബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോയത്. അഭിഭാഷകരെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷക്കാലം എന്ന് പറയുന്നത് ദുരിതപൂർണമായ അതിപ്പോഴും തുടർന്നു പോകുന്ന ഒരു പ്രത്യേകമായ പരിസ്ഥിതിയിലാണ്. എന്നാൽ കണ്ടിന്യൂയിങ് ലീഗൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് ബാർ കൗൺസിലുകളുടെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വവും ചുമതലയുമാണ്. അത് നിയമപരമായി നടത്തുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ബോഡി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇനിയും ഒരുപക്ഷെ ഫിസിക്കലായി ഇത്തരം ക്ലാസുകൾ കൊടുക്കുന്നതിന് വൈകുമെന്ന് മനസ്സിലായത് കൊണ്ടാണ് അതല്പവും വൈകാതെ തന്നെ കഴിയുന്നത്ര അഭിഭാഷകർക്ക് അത് പകർന്നു നൽകുവാനുള്ള ഈ എളിയ ശ്രമം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രവർത്തനം ഇന്ന് ആരംഭിക്കുന്ന ഈ പ്രവർത്തനം തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകണം. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഈ സാഹചര്യം മാറിയാൽ അത് ഫിസിക്കലായി ബാർ കൗൺസിൽ നടപ്പാക്കാൻ പോകുന്ന അക്കാഡമി മുഖാന്തരം അത് ഫിസിക്കലായി നൽകുവാനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഞാൻ മറ്റു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഈ ഇന്നത്തെ ദിവസത്തിന്റെ തന്നെ ഒരു പ്രത്യേകത ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മെയ് മാസം 25-നാണ് ഈ ബാർ കൗൺസിൽ ചുമതലയേറ്റതിനു ശേഷം കണ്ടിന്യൂയിങ് ലീഗൽ എഡ്യൂക്കേഷന്റെ ആദ്യത്തെ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ഇന്നും സന്ദർഭവശാൽ അതേ തീയതിയിൽ തന്നെ സംസ്ഥാന നിയമവകുപ്പ് മന്ത്രിയെ തന്നെയാണ് നമുക്ക് ഇതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ളത്. അപ്പോ ഈ ഔപചാരികമായി ഞാൻ ആദ്യമായി തന്നെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലെ അതിഥിയായി നമുക്ക് ഇവിടെ എത്തി വന്നിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് പി രാജീവ്, സംസ്ഥാന നിയമവകുപ്പ് മന്ത്രിയെ സംസ്ഥാന ബാർ കൗൺസിലിന് വേണ്ടി ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസിന്റെ ഈ ഇനാഗുറൽ സെഷന്റെ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ ചെയർമാൻ, ഇത്രയും ബഹുമാനായിട്ടുള്ള ചെയർമാൻ, അദ്ദേഹത്തെ നമുക്ക് ഏവർക്കും പരിചയമാണ്.
നമുക്ക് ഏവർക്കും ഈ കഴിഞ്ഞ നാളുകളിൽ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഓൺലൈനിലൂടെയും അല്ലാതെയും എല്ലാം കമ്മിറ്റികൾ ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുവാനും എല്ലാം നമുക്ക് നേതൃത്വം നൽകുന്ന ശ്രീ ജോസഫ് ജോൺ സാറിനെ ഞാൻ സെമിനാർ കമ്മിറ്റിക്ക് വേണ്ടിയും സംസ്ഥാന ബാർ കൗൺസിലിന് വേണ്ടിയും ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ മുൻ ബാർ കൗൺസിൽ ചെയർമാൻമാരായിട്ടുള്ള ഇന്ന് ഈ ഉദ്ഘാടന സെഷന് ശേഷം നമുക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത് നമ്മുടെ എത്രയും പ്രിയങ്കനായിട്ടുള്ള ഇത്തരം കണ്ടിന്യൂയിങ് ലീഗൽ എഡ്യൂക്കേഷന്റെ പ്രസക്തിയെ സംബന്ധിച്ച് വളരെയേറെ നന്നായി ബോധമുള്ള അല്ലെങ്കിൽ നന്നായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന എബ്രഹാം മാത്യു സാറിനെ നമുക്ക് ഏവർക്കും ഈ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ശ്രീ എബ്രഹാം മാത്യു സാറിനെ ഈ പ്രോഗ്രാമിന് ക്ഷണിക്കുമ്പോൾ യാതൊരു വൈമനസ്യവും ഇല്ലാതെ സാറ് തീർച്ചയായും ഇതിൽ പങ്കെടുക്കും, നമുക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകും എന്നെല്ലാം നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ള ശ്രീ എബ്രഹാം മാത്യു സാറിനെ ബാർ കൗൺസിലിന് വേണ്ടി സെമിനാർ കമ്മിറ്റിക്ക് വേണ്ടിയും ഞാൻ ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോ പങ്കെടുക്കുന്ന നമ്മുടെ ബാർ കൗൺസിലിന്റെ എത്രയും ബഹുമാനായിട്ടുള്ള മുൻ ചെയർമാൻമാർ, ഇപ്പൊ നിലവിലത്തെ കൗൺസിലിന്റെ അംഗങ്ങൾ കൂടിയായിട്ടുള്ള ശ്രീ കെ ബി മോഹൻദാസ് സാറുണ്ട്, ഷാനവാസ് ഖാൻ സാറുണ്ട്, ശ്രീ കെ പി സാറുണ്ട്. അവരെ മൂന്നുപേരെയും മുൻ ചെയർമാൻമാരായിട്ടുള്ള അവരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മെമ്പറായിട്ടുള്ള ശ്രീ എൻ മനോജ് കുമാർ ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ പങ്കെടുക്കുന്നുണ്ട്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക. നമ്മുടെ ഹോണറി സെക്രട്ടറി കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി നമ്മുടെ ബാർ കൗൺസിലിനെ നല്ല രൂപത്തിൽ നയിക്കുന്ന ശ്രീ ചെറിയാങ്കി വർഗീസ് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബാർ കൗൺസിലിന്റെ ട്രഷറർ ആയിട്ടുള്ള ശ്രീ കെ നാസർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ബാർ കൗൺസിലിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാനായി പ്രവർത്തിക്കുന്ന ശ്രീ കെ അനിൽകുമാർ സാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ബാർ കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ അജിത് നമ്പൂതിരി, അതുപോലെ എൻറോൾമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഓൺലൈൻ എൻറോൾമെന്റിന് സജീവമായി നേതൃത്വം നൽകിയ എൻറോൾമെന്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ടുള്ള ശ്രീ സന്തോഷ് സാറ്, അതുപോലെ തന്നെ നമ്മുടെ മുൻ വൈസ് ചെയർമാൻ ആയിട്ടുള്ള ശ്രീ ആനിയർ ഷായ് സാർ, എൻറോൾമെന്റ് നമ്മുടെ സെമിനാർ കമ്മിറ്റിയുടെ അംഗങ്ങളായിട്ടുള്ള ബാർ കൗൺസിൽ അംഗങ്ങൾ കൂടിയായിട്ടുള്ള ശ്രീ പി സി മൊയ്തീൻ, ശ്രീ ഷറഫുദ്ദീൻ സാർ, അതുപോലെ തന്നെ നമ്മുടെ നാഗരാജ് നാരായൺ അടക്കമുള്ളവരെ സ്വാഗതം ചെയ്യുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കുന്ന മറ്റ് ബാർ കൗൺസിൽ അംഗങ്ങളായിട്ടുള്ള ശ്രീ സുദർശൻ കുമാർ സാർ, രാജേഷ് കുമാർ സാർ, ശ്രീ രാജ്കുമാർ സാർ, മുഹമ്മദ് ഷാ സാർ, രാമൻകുട്ടി സാർ, അജിത് കുമാർ സാർ, ശ്രീ പ്രകാശ് സാർ, ശ്രീനാഥ് ഗിരീഷ് സാർ, സി കെ രത്നാകരൻ സാർ അടക്കമുള്ള എല്ലാ ബാർ കൗൺസിൽ മെമ്പർമാരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബാർ കൗൺസിൽ അംഗങ്ങളായിട്ടുള്ള മറ്റ് ബാർ കൗൺസിലിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടുള്ള ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ശിവരാമൻ, ബാർ കൗൺസിലിന്റെ മറ്റേ അജയകുമാർ അടക്കമുള്ള ജീവനക്കാരെല്ലാം പങ്കെടുക്കുന്നുണ്ട്, അവരെ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നൊരു ബാർ കൗൺസിൽ മെമ്പർ ശ്രീ അയ്യപ്പ മണി ഈ നമ്മുടെ ഈ ക്ലാസ് വിവരങ്ങൾ അറിഞ്ഞ് രജിസ്റ്റർ ചെയ്ത് അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്, അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. ഐ വെൽക്കം ശ്രീ അഡ്വക്കേറ്റ് അയ്യപ്പ മണി ഹോൾഡിംഗ് ദി ബാർ കൗൺസിൽ മെമ്പർ പോസ്റ്റ് ഫ്രം ദ തമിഴ്നാട് സ്റ്റേറ്റ്. ഐ വെൽക്കം യു സർ. അതുപോലെ തന്നെ ഈ ക്ലാസ്സിന് രജിസ്റ്റർ ചെയ്ത് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഇപ്പോ ഈ പ്ലാറ്റ്ഫോമിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരുടെയും പിന്തുണ ഈ പരിപാടിക്ക് സജീവമായി തുടർന്നുണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് അധ്യക്ഷ പ്രസംഗമാണ്. ഞാൻ 2 സെന്റൻസ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഉദ്ഘാടനം നിർവഹിക്കാം എന്ന് കരുതുന്നു. ബഹുമാനായ ഉദ്ഘാടകൻ ശ്രീ പി രാജീവ് സാറ്, ബഹുമാനപ്പെട്ട ലോ മിനിസ്റ്റർ ശ്രീ പ്രമോദ്, ബഹുമാനായ എബ്രഹാം മാത്യു സാറ്, മറ്റ് ബാർ കൗൺസിൽ മെമ്പേഴ്സ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ്. ഈ പാൻഡമിക്കും അതുപോലെ തന്നെ ലോക്ക്ഡൌണും ഒക്കെ കഴിഞ്ഞ ഒരു വർഷം, 1.5 വർഷക്കാലം നമുക്ക് ബാർ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഒരു കണ്ടിന്യൂയിങ് ലീഗൽ എഡ്യൂക്കേഷനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായില്ല. ഒട്ടേറെ പ്രോഗ്രാമുകൾ എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരുന്ന ബാർ കൗൺസിൽ ജൂനിയർ ലോയേഴ്സിന് വേണ്ടിയും അല്ലാത്തവർക്ക് വേണ്ടിയും ഒക്കെ കണ്ടിന്യൂയിങ് ലീഗൽ എഡ്യൂക്കേഷന്റെ ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരുന്ന ബാർ കൗൺസിലിന് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അത് ഇപ്പോൾ ഏതായാലും ബാർ കൗൺസിലിന്റെ സെമിനാർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ കണ്ടിന്യൂയിങ് ലീഗൽ എഡ്യൂക്കേഷന്റെ ക്ലാസ്സുകൾ വീണ്ടും ആരംഭിക്കുന്നതിന് തീരുമാനമെടുത്തിരിക്കുന്നു. ബാർ കൗൺസിൽ കഴിഞ്ഞ ദിവസം അതിന് അംഗീകാരം നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ് തുടങ്ങുന്നത്. ഇന്ന്
നമ്മുടെ ഇബ്രാഹിം മാത്യു സാറ് ഇൻട്രഡക്ടറി ക്ലാസ് എടുക്കും. പിന്നീട് തുടർച്ചയായി കൂടുതൽ ക്ലാസ്സുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അഭിഭാഷകർക്ക് വേണ്ടി എടുക്കാം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ ബഹുമാന്യനായ ലോ മിനിസ്റ്റർ ബാർ കൗൺസിലിന്റെ ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോ മിനിസ്റ്റർ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, വളരെ ബാർ കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. അദ്ദേഹം ബാർ കൗൺസിലുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള ആളാണ്. അഭിഭാഷകരുടെ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് റുട്ടീനായിട്ട് തന്നെ എന്ന് പറയാം അറിയാവുന്ന ഒരു മഹത് വ്യക്തിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തിലെ അഭിഭാഷകർക്ക് അദ്ദേഹത്തിൽ തികഞ്ഞ പ്രതീക്ഷയുണ്ട്. ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് കേരളത്തിലെ അഭിഭാഷകർക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിയും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. നേരത്തെ നടന്നിട്ടുള്ള പല പ്രവർത്തനങ്ങളിലും ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള നമ്മുടെ വെൽഫെയർ ഫണ്ടിന്റെ ഇഷ്യൂസിലാണെങ്കിലും അത് റേസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ലീഗൽ ബെനിഫിറ്റ് ഫണ്ട് നമുക്ക് വലിയൊരു വരുമാന സ്രോതസ്സായി ഉയർത്തിക്കൊണ്ടുവന്ന് വെൽഫെയർ ഫണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടുന്നതിനുമൊക്കെ ഉള്ള മുൻ ഗവൺമെന്റിന്റെ സമയത്ത് ആദ്യകാലങ്ങളിൽ 5 വർഷം മുമ്പ് നടന്ന എല്ലാ പ്രവർത്തനങ്ങളിലും രാജീവ് സാറിന്റെ കൂടി ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹവുമായി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി പിന്നീട് ഞങ്ങൾ ചർച്ച ചെയ്തുകൊള്ളാം. ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട ദിവസം നമ്മുടെ ഈ കണ്ടിന്യൂയിങ് ലീഗൽ എഡ്യൂക്കേഷൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട, ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഇബ്രാഹിം മാത്യു സാർ നമ്മുടെ എല്ലാ ലീഗൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലും നമ്മുടെ ഫാക്കൽറ്റിയാണ്. അദ്ദേഹം ഒരു മടിയുമില്ലാതെ എന്ന് വിളിച്ചാലും നമ്മളോടൊപ്പം വന്ന് ക്ലാസ് എടുക്കുന്നതിനൊക്കെ മുന്നോട്ട് വരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് എല്ലാവരെയും പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ കണ്ടിന്യൂയിങ് ലീഗൽ എഡ്യൂക്കേഷന്റെ പ്രോഗ്രാം രാജീവ് സാറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, മറ്റ് ബാർ കൗൺസിൽ അംഗങ്ങൾ, ബഹുമാനരായ ജസ്റ്റിസ്, അഭിഭാഷകർ, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, ബാർ കൗൺസിലിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. നിയമമന്ത്രി എന്ന ഉത്തരവാദിത്വം നിർവഹിച്ചു തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും അഭിഭാഷകരുമായി സംവദിക്കുന്നതിനും ഒരു സന്ദർഭം ലഭിച്ചത് ഏറെ സന്തോഷകരമാണ്. ഈ ചുമതല നല്ല രീതിയിൽ നിർവഹിക്കുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും വളരെ പ്രധാനപ്പെട്ടതാണ്. നിയമമേഖലയ്ക്കകത്ത് ഏറെ അനുഭവ സമ്പത്തുള്ള ആളുകൾ ബാർ കൗൺസിൽ സംവിധാനത്തിനകത്തുണ്ട്. അവരുടെ എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ നല്ല ഇൻപുട്ടായി പ്രവർത്തന രംഗത്തേക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഇവിടെ പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടിയതുപോലെ നമുക്ക് വിശദമായി മറ്റൊരു ഘട്ടത്തിൽ ബാർ കൗൺസിലുമായി ഇരിക്കുകയും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യാം. ഒരു കണ്ടിന്യൂയിങ് ലീഗൽ എഡ്യൂക്കേഷൻ, അത് ബാർ കൗൺസിൽ നേരത്തെ എല്ലാം ഫിസിക്കലായി, ഓഫ്ലൈനായി നടത്തിക്കൊണ്ടിരുന്നതാണ്. അത് സ്ഥിരമായി തന്നെ നടത്തുന്നതിന് ബാർ കൗൺസിലിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പാൻഡമിക്കിന്റെ ഒരു സാഹചര്യത്തിൽ ഓഫ്ലൈനായി, ഫിസിക്കലായി ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നത് അപകടകരമാണ്. സാധ്യമല്ല, അപകടകരമായിരിക്കും. അതുകൊണ്ടാണ് ഓഫ്ലൈനിലേക്ക് പോകാൻ നിങ്ങൾ തീരുമാനിച്ചത്. ഈ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലും പുതിയ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ഒരു പരിപാടി ഓൺലൈനായി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതിന് ബാർ കൗൺസിലിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വ്യത്യസ്ത ക്ലാസ്സുകളിലൂടെ അഭിഭാഷകർ എന്ന നിലയിൽ നന്നായി പുതുക്കി പോകുന്നതിനും നല്ല പ്രാവീണ്യം പ്രകടിപ്പിക്കുന്നതിനുമുള്ള ഒരു സന്ദർഭമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എല്ലാ മേഖലയും നിരന്തരം പുതുക്കിക്കൊണ്ടേയിരിക്കണം. ക്ലാസ് മുറികൾക്കകത്ത് പഠിച്ച അറിവുകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച ഒരു സർട്ടിഫിക്കറ്റിന്റെ പിൻബലത്തിൽ മാത്രം ഒരു മേഖലയ്ക്കകത്തും ആർക്കും നന്നായി പ്രവർത്തിക്കാൻ കഴിയുകയില്ല. എല്ലാ മേഖലയും പുതുതായി വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ വികാസത്തിന് അനുസൃതമായി നിയമങ്ങൾ പലതും മാറ്റി എഴുതുന്നുണ്ട്, ഭേദഗതി ചെയ്യപ്പെടും. ചില നിയമങ്ങൾ ഉന്നത നീതിപീഠത്തിന്റെ വിധിന്യായങ്ങളിലൂടെ പുതിയ തലങ്ങളിലേക്ക് വികസിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതെല്ലാം
നിരന്തരം മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അഭിഭാഷകൻ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ ഇത്തരമുള്ള ഒരു പുതുക്കലുകൾ ഇല്ലാതെ ആർക്കും നിലനിൽക്കാൻ കഴിയുകയില്ല. പ്രത്യേകിച്ചും വളരെ ഗൗരവമേറിയ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പൊ നമ്മുടെ രാജ്യമെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഘട്ടത്തിൽ നിയമവ്യവസ്ഥ ശരിയായ രൂപത്തിൽ നടപ്പിലാക്കപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതിന് അഭിഭാഷകർ കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അഭിഭാഷകർ എന്ന നിലയിൽ കോടതികൾക്കകത്തുള്ള ഇടപെടലുകൾക്ക് അപ്പുറത്തേക്ക് പലപ്പോഴും ഞാൻ അഭിഭാഷക സുഹൃത്തുക്കളോട് സൂചിപ്പിക്കാറുള്ളത് പോലെ രാജ്യത്തും അതിന്റെ ഭാഗമായി സംസ്ഥാനത്തും ഒക്കെ നടക്കുന്ന നിയമനിർമ്മാണ പ്രക്രിയകളിൽ ആധികാരികമായ അഭിപ്രായം പറയാൻ കഴിയുന്നവർ അഭിഭാഷക സമൂഹം തന്നെയാണ്. ഓരോ നിയമവും രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് അനുസൃതമാണോ, ഈ കാലത്ത് വരുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമാണോ, സുപ്രീം കോടതിയുടെ ഉന്നത നീതിപീഠത്തിന്റെ വിധിന്യായങ്ങൾക്ക് ചേർന്ന് നിൽക്കുന്നതാണോ, അത്തരം കാര്യങ്ങൾ സൂക്ഷ്മമായി വളരെ തലമുടി നാരിയുടെ കീറി എന്നൊക്കെ പറയുന്നത് പോലെ പരിശോധിക്കാനുള്ള സവിശേഷമായ സ്കില്ലുള്ളത് ഈ മേഖലയ്ക്കകത്ത് പ്രവർത്തിക്കുന്നവർക്കാണ്. അപ്പൊ കോടതി മുറികൾക്കകത്തുള്ള പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ ഇടപെടാൻ കഴിയേണ്ടതുണ്ട്. പാർലമെന്റിൽ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ ഒരു വളരെ പ്രമാദമായ ഒരു ബില്ല് പാർലമെന്റിലേക്ക് വരികയുണ്ട്. കമേഴ്സ്യൽ ഡിവിഷൻ ഓഫ് ഹൈക്കോർട്സ്. വാണിജ്യ കാര്യങ്ങളെ സംബന്ധിച്ച് 5 കോടിയിൽ മുകളിൽ വരുന്ന തർക്കങ്ങൾ അതിവേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് പ്രത്യേക ബെഞ്ച് വേണം എന്നതായിരുന്നു ആ ബില്ല്. അപ്പൊ അത് സംബന്ധിച്ച് സെലക്ട് കമ്മിറ്റി രൂപീകരിച്ചു. അതിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ എനിക്ക് സന്ദർഭം ലഭിച്ചു. അന്ന് അത് പഠിച്ച് സ്വയം പഠിക്കുന്നതോടൊപ്പം ശരിയായ രൂപത്തിൽ ഒരു ഉപദേശം ലഭിക്കാൻ ഞാൻ ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്നപ്പോൾ ആദ്യം പോയി കണ്ടത് അഡ്വക്കേറ്റ് കേളു നമ്പ്യാരെയാണ്. അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളാകെ തേടുകയുണ്ടായി. പലപ്പോഴും പുതിയ തലമുറയിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ആധികാരികമായി തന്നെ ചർച്ച ചെയ്യുന്നതിന് ഉള്ള ആളുകളുടെ എണ്ണം വല്ലാതെ പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭരണഘടനാ വിഷയങ്ങളാകാം, ക്രിമിനൽ നിയമമാകാം, സിവിൽ നിയമമാകാം, അതിലെല്ലാം നമുക്ക് തലയെടുപ്പുള്ള നിരവധി അഭിഭാഷകർ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും അത്തരം ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നത് വളരെ ഗൗരവമാണ്. കൃഷ്ണയർ സ്വാമിയുമായി ഏറെക്കാലത്തെ ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ, അദ്ദേഹത്തിന്റെ സ്നേഹവാത്സല്യങ്ങൾ ഏറെ അനുഭവിക്കാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പഠനത്തിനോടുള്ള കാര്യം പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം രാത്രി 8 മണിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് എനിക്കൊരു വിളി വന്നു. ഇപ്പൊ ഒന്ന് കാണാൻ പറ്റുമോ, വരാൻ പറ്റുമോ എന്നതായിരുന്നു. ഞാൻ ചെല്ലുമ്പോ അദ്ദേഹം ഒരു പുസ്തകം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാവോ എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിന് ഉദ്ധരണിക്ക് വേണ്ടിയാണ്. അപ്പൊ ആ എവിടെ ഉണ്ട് എന്നതിൽ സഹായിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എന്നെ വിളിച്ചു കൊണ്ടുപോകുന്നത്. ആ സമയത്തും അദ്ദേഹം പുസ്തകത്തിൽ ഒരു താൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യത്തിന് ഉപോത്പകമാകാൻ ഇടയുള്ള ഒരു ഉദ്ധരണി തേടിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രായത്തിനകത്ത് പോലും. ആരോ പറഞ്ഞിട്ടുണ്ട്, ഓരോ ദിവസവും സ്വാമി ഓരോ പുതിയ ഇംഗ്ലീഷ് വാക്ക് പഠിക്കും. അത് നമ്മുടെ ജഡ്ജ്മെന്റുകൾ വായിക്കുമ്പോൾ നമുക്കറിയാം എത്ര മനോഹരമാണ്, എത്ര മനോഹരമായ പുതിയ പുതിയ വാക്കുകൾ നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയും. നിയമവ്യവസ്ഥയുടെ ജനപക്ഷത്തേക്കുള്ള വികാസത്തിൽ അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക്, ഇപ്പൊ ഷേർ സ്വാമി, ഭഗവതിയെ പോലെയുള്ള ആളുകൾ, വെങ്കടജലയെ പോലുള്ള ആളുകൾ, അവരുടെ എല്ലാം കാലം സുവർണകാലമായിരുന്നു. അവരെല്ലാം കഠിനാധ്വാനികളായിരുന്നു. കേരള ഭാരതകത്തുള്ള അഭിഭാഷകർ നല്ല കഠിനാധ്വാനികളാണ് മഹാഭൂരിപക്ഷം. അപ്പൊ പുതിയ കാലത്തിനനുസൃതമായി അവരെ പുതുക്കിയെടുക്കുക എന്ന ഉത്തരവാദിത്വമാണ് ഇപ്പോ ബാർ കൗൺസിൽ നിർവഹിക്കുന്നത്. കുറച്ചു കാലം അവിടെ വരാൻ ഇപ്പോ കുറുപ്പേട്ടന്റെ ഒക്കെ കൂടെ ചില ദിവസങ്ങളെങ്കിലും ഹൈക്കോടതിയിൽ ഹാജരാകാനും ഒക്കെ സന്ദർഭം ലഭിച്ച ഒരാളെന്ന നിലയിൽ നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഏറെ സന്തോഷകരമാണ്. ഇവിടുത്തെ ക്ലാസ് എടുക്കുന്നതിന്റെ അധ്യാപനത്തിന്റെ സമയം അധികം ഞാൻ അപകരിക്കണമെന്ന് ഞാൻ കരുതുന്നില്ല. ഭരണഘടന ശരിയായ രൂപത്തിൽ വായിച്ചെടുക്കാൻ, അതോടൊപ്പം തന്നെ ഏത് മേഖലയിലാണോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ മേഖലയിൽ പരമാവധി ഉയരങ്ങളിലേക്ക് എത്താൻ, അതിനാവശ്യമായ അറിവുകൾ സമാഹരിക്കാൻ, വിധിന്യായങ്ങൾ പഠിക്കാൻ, അതിനെ കാലികമാക്കാൻ, ലോകത്തെമ്പാടും ഇത് സംബന്ധിച്ചുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, പുതിയ പുതിയ മേഖലകൾ ഇവോൾവ് ചെയ്തു വരുന്നത്. ഇന്നലകൾ ഇല്ലാത്ത പല പുതിയ പ്രശ്നങ്ങൾ വരും. ഇപ്പൊ നമ്മൾ ഫ്ലെക്സി പ്ലേസിലാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ച ചെയ്ത ഒരു പോയിന്റ്, റൈറ്റ് ടു ഡിസ്കണക്ട്. നമുക്ക് ഇന്ന് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പ്രശ്നം ഇപ്പോ ചില ആളുകൾ ഉന്നയിക്കുകയുണ്ടായി. ഇപ്പോ
അത്തരത്തിലുള്ള പുതിയ പുതിയ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ, റോബോട്ടിക്സിന്റെ, ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യ ഉയർത്തുന്ന പ്രശ്നം. വീട് ഇപ്പൊ പഴയതുപോലെയല്ല. ഇപ്പൊ നമ്മളെല്ലാവരും പലയിടങ്ങളിലായിരിക്കും. നേരത്തെ വീട് സ്വകാര്യ ഇടമാണ്, ഇപ്പൊ വീട് പൊതു ഇടമായി മാറി. വീട് ക്ലാസ് മുറിയാണ്, വീട് തൊഴിലിടമാണ്, വീട് സിനിമാ തിയേറ്ററാണ്, വീട് എല്ലാമായി മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലം. അപ്പൊ അതിലെല്ലാം എങ്ങനെയാണ് സ്വകാര്യതയുടെ നിയമങ്ങൾ ഇപ്പൊ നിൽക്കുന്നത്? ഇങ്ങനെ പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നമുക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയണം. വിശദമായ കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് പരിണതപ്രജ്ഞരായ ആളുകൾ, ഇത് സംബന്ധിച്ച് ആഴത്തിൽ അറിവുള്ള ആളുകളാണ് ക്ലാസ്സുകൾ നയിക്കുന്നത്. ഈ പുതിയ കാലത്തേക്ക് കൈപിടിച്ച് പുതിയ തലമുറയെ കൊണ്ടുപോകുന്നതിന് ബാർ കൗൺസിൽ നടത്തുന്ന ഈ ശ്രമത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. നല്ല രീതിയിൽ ബാർ കൗൺസിലുമായി സഹകരിച്ച് എന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം എന്ന് ഒരിക്കലും കൂടി അഭ്യർത്ഥിക്കുന്നു. ഈ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത നമ്മുടെ ബഹുമാനായ മന്ത്രിക്ക് പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത സംസാരത്തിനായിട്ട് നമ്മുടെ AG സാർ ഇല്ലല്ലോ. AG സാറുണ്ടോ പ്രമോദ്? സാർ AG സാറ് വന്നിട്ടില്ല. സാറ് നമ്മുടെ മീറ്റിംഗ് പങ്കെടുക്കുന്ന വിവരം ഒന്ന് അനൗൺസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതിയിലെ മറ്റേ ഒരു ഞങ്ങള് രാജീവ് സാറിന് ഞങ്ങള് കണ്ടോളാം. ഞങ്ങളുടെ വിവരങ്ങളൊന്നും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങള് ഇപ്പൊ പോകുന്നതിന് കുഴപ്പമില്ല. ബാക്കി ഞങ്ങളെ കണ്ടിന്യൂ ചെയ്തോളാം. താങ്ക് യു സാർ. താങ്ക് യു. സാർ ലീവ് ചെയ്തോ. സാർ ലീവ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. അടുത്തത് ഇപ്പൊ ഇനി സാറിന്റെ ക്ലാസ്സിന് മുമ്പ് കൃതജ്ഞത രേഖപ്പെടുത്തിയതിനു ശേഷം സാർ ക്ലാസ് തുടങ്ങിയാൽ പോരെ? മതി. അപ്പൊ കൃതജ്ഞത രേഖപ്പെടുന്നതിന് വേണ്ടി ബാർ കൗൺസിൽ മെമ്പറും സെമിനാർ കമ്മിറ്റി അംഗവുമായ മൊയ്തീൻ സാറിനെ ക്ഷണിക്കുന്നു. മൊയ്തീൻ സാറല്ലേ? മൊയ്തീൻ സാറിനെ കൃതജ്ഞത രേഖപ്പെടുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. കേൾക്കാം സർ. പറഞ്ഞോ. കേൾക്കാം. Respected Minister of the State, Rajiv sir, the respected Chairman of the Bar Council of Kerala, Joseph Khan sir, Justice Sri Abraham Matthew, retired Judge of the Honorable retired Judge of the High Court of Kerala, the Secretary of the Bar Council, Advocate Cherian G. Varghese, the ex-Chairman of the Bar Council, senior members of the Bar Council, Sri Sarvas Khan sir, Sri K.P. Mohandas, Sri K.P. Jayendran sir, the Vice Chairman of the Bar Council, Sri Anil, the Treasurer Sri K.K. Nasar, the other respected members of the Bar Council, Sarapuddin, Ratnagaran, Ramanguti, Sajeev Babu, and all our friends, my dear friends who are here for the to participate in the educational program. I am not extending a long speech because you people are waiting to hear a beautiful class of our respected Alexander sir. Here, the words of the minister you will have to remember in your career. Only because of getting a degree or a certificate from a university or a college is insufficient as far as the professional is concerned. You will have to study more. You will have to deal with various things. You are expected to deal several things which may be alien for you. For that, you will have to conduct much more studies. You will have to spend much more effort on this platform.
Anyhow, as far as the Bar Council of Kerala is there for you to aid in all occasions with regard to the all aspects. You can expect any aid from the Bar Council in this regard. Definitely, because of the COVID pandemic, the Bar Council of Kerala was unable to conduct its programs, especially the educational programs, in its full length and strength because of the restrictions imposed by the state government and other authorities. Anyhow, it is now we are decided to conduct a program on virtual platforms that is more nice for you because we can assemble the members of the fraternity from Trivandrum to Kasaragod in the same platform without any difficulty. You also need not waste any time or your effort. You can be in your office or in your house. It can be done beautifully. Anyway, we expect it to be done more beautifully and with more perfection in the future. We expect your cooperation in all these programs. Anyhow, I am entering into a portfolio which is entrusted with me. Of course, the Honorable Minister, the presence of the Honorable Minister with us at this occasion, it is really a matter of immense pleasure as far as the Bar Council is concerned. I convey the deep gratitude and the immense pleasure of the Bar Council of Kerala to the Honorable Minister, Sri P. Rajiv sir, with us to inaugurate this function at this evening. Now, the chairman, the strong leadership of the Bar Council of Kerala, the chairman, Advocate John Joseph sir is with us. He is operating everything. He is monitoring all the affairs of the Bar Council on each and every time. Anyhow, even though he is being the one of the organizer of the program, I convey the immense pleasure and deep gratitude of the Bar Council to the respected chairman, Sri Joseph John sir. Then Sri, the next friend is our Abraham Matthew sir, who is always with the Bar Council, who is always very active in all the educational program, especially the classes being conducted by the Bar Council at various occasions. We, sir, we are very glad to invite, not only to invite you, but be with us, but to say, but to present our gratitude and thanks to you in all sense for your great help and aid. You are always being extended to the Bar Council in conducting its program. So my respected sir, I convey heartily welcome, heartily thanks to you, sir, to Justice Sri K. Abraham. Now, I'm not wasting time by naming all the persons. Of course, we have the ex-chairmans, the respected Anwas Khan sir, the respected K.V. Mohandas sir, the respected K.P. Jandas sir, as with us, the respected Vice Chairman is now with us. I convey deep gratitude and heartily thanks to all of you. Now the chairman of the seminar committee is here, Mr. Pramod. I convey heartily thanks to Pramod on behalf of the Bar Council. Now the respected members of the Bar Council are here, senior members. They are Ramakuti sir is here, and Sajeev Babu is here, and our Bar Council of India member Sri Manoj is here, Sarfuddin sir is here, Nagaraj sir is here, then Ratnagaran sir is here. All are being provide heartily thanks on behalf of the Bar Council of Kerala. Now we have another respected friend, that is a member from the Bar Council of Tamil Nadu, that is Ayyappa Mani, Advocate Ayyappa Mani. Sir, we are conveying our deep gratitude and heartily thanks to you, special thanks to Ayyappa Mani for Tamil Bakkal. Then respected senior friends are here. Thank you, sir. We are the rally for Ram Advocate. Everybody is here. I convey great gratitude to all of you. And now the most respected parties who are here are the participants of the program. That is the respected members of the fraternity. I know that we do have participants from Kasaragod to Trivandrum. I'm not naming all of you, my friends. Anyway, I wish you all the best and success in the profession. I convey a deep gratitude and heartily thanks to all of you, my friends, who are being participating in the program. I convey my deep gratitude to the respected Shivaraman, and all other team members of the Bar Council, and the computer operator, all other friends
who are being aided to convene this program very perfectly and with success. I once again convey heartily thanks to all of you. Thank you, sir. Thank you, all of you. താങ്ക് യു മൊയ്തീൻ സാർ. അപ്പൊ നമുക്ക് ഈ സെഷൻ, ഈ ഇനാഗുറൽ സെഷൻ ഇപ്പം നമുക്ക് അവസാനിപ്പിക്കാം. ബഹുമാനായ ഇബ്രാഹിം മാത്യു സാറിനെ. പറഞ്ഞു. Chairman, 1 minute. പറഞ്ഞു. My special welcome to my brother Ayyappa Mani from Salem, Bar Council member. Okay. അനിൽകുമാർ. Yes, over. Okay. Thank you. അപ്പൊ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഇന്ന് നമ്മുടെ സ്റ്റഡി ക്ലാസ് തുടങ്ങുകയാണ്. അപ്പൊ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയും മറ്റും നമ്മുടെ ബഹുമാനായ ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ഇബ്രാഹിം മാത്യു സാറിനെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. Yes. Respected Chairman of the Bar Council, Sri Joseph Brown, Sri Julian Varghese, Secretary, other honorable members of the Bar Council, Sri Pramod, the representative from Tamil Nadu Bar Council, Sri Ayyappa Mani, dear members of the legal profession. This is a class from different from the classes I have already taken. The topic appears to be strange. The reason is it is exclusively meant for beginners, because I was told that most of the participants are young lawyers. That's why I have selected this topic for them. And many of you are preparing for judicial services examination also. Then there is another reason. Because of the special circumstances of the present special circumstances, our young lawyers have not been able to practice in court and witness even trial. So there is a drawback so far as they are concerned. And many of them are not getting guidance from senior advocates also because of the special circumstances. And one of the drawbacks the legal profession has noticed in the young judicial officers is that they do not have the culture of the legal field or the legal profession. They do not understand it also. And they do not know how to deal with a situation which is not taught in a classroom or which is not available in a textbook. These are the drawbacks which have been noticed now. So I thought it fit to give some this is peculiar kind of class so that they may understand these problems at the initial stage itself. There is a proverb in English, think before you lead. ചാടുന്നതിന് മുമ്പ് എപ്പോഴും ഒന്ന് വിചാരിക്കുക എങ്ങോട്ടാണ് ചാടുന്നത്, അവിടുത്തെ അവസ്ഥ എന്താണ്, what are the circumstances, what is the situation in the field where you are dipping. So every litigation is a battle for the advocate's consent. That's why I have chosen this particular topic. Prepare oneself for litigation. How can you prepare yourself for a litigation? What all things should occur in your mind so that you may go well prepared for the litigation? This is actually not a particular topic, but some practical aspects. So we all know that in some cases, it is mandatory mandatory or proper to issue a notice to the opposite party before a proceedings is initiated against him. What is the authority of an advocate to issue a notice? If you want to represent a party in a court,
certainly you have to file a wakalatnama. You have to file this power of attorney, which is called wakalatnama, or in some cases, it is sufficient that you file a memo of appearance. But an authority has to be filed in court. But what about notice? When a party approaches you to issue a notice, what is your authority? Do you take any document from him, any authority in writing from him to issue a notice? The courts have held that you have the implied authority. There is no authority in writing, but you get the implied authority when the council, when the party instructs you to issue a notice. That is the only authority, nothing else. And you are issuing a notice as an agent of the party, and the party is bound by it. Now there are different types of notices. The first type is a statutory notice. Some statutes prescribe that before a proceedings is initiated or instituted, a notice shall be to the opposite party. Such notices issued because of the stipulation in a statute, which is mandatory, is called a statutory notice. The classic example is the Section 80 CPC notice. A party who wants to file a suit against the government or a public servant has to issue a 2 months notice to the party, opposite party. And the only exception is contained in subsection 2 of Section 80. That is a statutory notice. Then another notice is there. We all know under Section 138 in the Act, a statutory notice is issued. So these are called statutory notices. Sometimes certain instruments are prepared under a statute, and a notice is issued because of the provision in the instrument. Some people call such notices also statutory notices. Anyway, for our purpose, it is sufficient that a statutory notice is a notice issued because of the prescription in a statute. It is to issue a notice before proceedings are initiated in a court. Now, non-statutory notices. It is not mandatory in all cases to issue a notice, but sometimes, in some cases, if the facts of the case justify it or warrant it, or it is considered proper, advocates issue notice to the opposite party. Such notices are non-statutory notices. Why should you issue a notice? There are some advantages from it. It is not an empty formality. The first advantage is that it may appear fair. It may appear fair to issue a notice. If the proceedings is instituted without a notice, and the facts incline the court view that a notice would have avoided the litigation, what is the consequence? The court may sometimes refuse to award cost to the plaintiff. Cost to the plaintiff. Oh, this could have been avoided if the party had issued a notice. So in such cases, the court will refuse to award cost to the plaintiff. Then another advantage is that if a reply notice is issued by the opposite party, the other party gets the opportunity, that is the party who issues notice to the notice, gets the opportunity to know the scope of the contentions that may be raised by the opposite party, so that you may shape your case when you file this suit. The third advantage is that if the reply notice contains any admissions, the party issuing the notice can rely on it in the litigation. The fourth advantage is that admissions in the reply notice or the failure of the opposite party to deny the facts stated in the notice reduces the scope of the litigation. Then the next advantage is failure to issue a reply notice may be a circumstance against the opposite party in certain cases that also will be taken into consideration. Then, what is the nature of the notice, or what is the legal effect of a notice? Notice
like the notice under section 80 CPC, it is a condition precedent. So the notice is only a condition precedent, and it is the provision does not prescribe a period of limitation. So you have to make a distinction between a condition precedent and a period of limitation. Section 80 notice, the provision is only a condition precedent that you should issue a notice, and it has nothing to do with period of limitation. Period of limitation. In other words, it does not prescribe 2 months as a period of limitation. That is AER 1973 Supreme Court 313. AER 1973 Supreme Court 313. Of course, the party who issues a statutory notice will get the benefit of subsection 2 or section 15 of the Limitation Act. That can be taken into consideration. It will be extended by 2 months. But that benefit is not available to a notice issued not because of a statutory provision, because the subsection 2 of section 15 provides that if the notice is issued in accordance with the requirements of any law, that is a statutory notice, then that can be reckoned. Otherwise, that cannot be reckoned. Merely because it is proper for a party to issue a notice and a notice is issued, you will not get the benefit of subsection 2 or section 15. That you have to take notice of. Then, what should be the contents of notice? In the case of statutory notices, the answer to the question whether relevant provision has been complied with will depend upon the requirements stipulated in the provision. Take the case of section 80 CPC notice. What does it prescribe? It prescribes that the notice should disclose the cause of action, the name, description, and place of residence of the plaintiff, and the relief which he claims. So these are the particulars to be stated in the notice issued under section 80 CPC. On the other hand, when we come to section 138 NI Act, the contents is entirely different. The provision stipulates that the notice should contain a demand for payment of the check amount within 30 days of the receipt of information of dishonor of the check from the bank. So the contents, the requirement of the contents depends upon the provisions contained in a particular statute. We cannot give any uniform or there cannot be any guidance, uniform guidance as to the contents that may be given in a notice, especially in a statutory notice. Then, does a notice form part of the cause of action? Sometimes we have seen that advocates say that it is a part of the cause of action, so it has some relevance which can be taken, which can be considered later. Issuance of notice may form an integral part of the cause of action in some cases. In some cases, issuance of notice itself forms part of the cause of action. The classic example is section 138 notice. The notice issued under section 138 NI Act, actually it becomes a part of the cause of action, because without it you cannot proceed. You cannot proceed. A cause of action, the complainant gets a cause of action only if that notice is issued and the opposite party does not pay the amount within the stipulated period. So it is part of the cause of action itself. But in other cases, it is not a part of the cause of action. What is its significance? Its significance is that you cannot confer jurisdiction on a court by issuing a notice. By issuing a notice, you cannot confer jurisdiction on a particular court, because it may be convenient for the party who issues the notice to file a suit in a particular court. And
you issue a notice at a place from within this jurisdiction. Thereby, you are conferring jurisdiction on that court which does not have a jurisdiction. That is not allowed. That is not legal. That is what the Supreme Court has held in AER 1985 Supreme Court. AER 1985 Supreme Court 1289. Then AER 2002 Supreme Court 126. AER 2001 Supreme Court 766. Sorry, 676. AER 2001 Supreme Court 676. Before a notice is issued, your mind, you must apply your mind. Certain facts should occur in your mind. The first thing is that on whom the law casts the burden. On whom the law casts the burden. In other words, he should have an understanding of what his party should allege and what his party should prove. Unless he has understanding of those facts, he cannot issue a proper notice. So this will help him include in the notice the facts which he ought to state in the notice and avoid what he need not state. He should also know the burden of proof cast on the other party, if any. In other words, what the party what his party should prove and what the other party should prove. Yes. This is seen from a reverse burden process in certain statutes. And this is created by provisions raising presumptions. It means that even before a notice is issued, you should make a thorough study of the special or local statutes governing the field. So without going through this particular provisions in the statute concerned, special statute like NI Act or any local statute like a KBLR Act, you must just make a thorough study of the provisions. Thereafter only, you may issue a notice. It is not as simple as a junior advocate may think. Issuing a notice, okay, we shall issue a notice. No. So you should know the provisions so that you know the burden which is cast on your party, what you should state, what you should not state, or what you need not state. Why? Because the opposite party is not supposed to disprove what your party has not proved. The opposite party is not supposed to prove or not supposed to disprove what your party has not proved. That is the significance of it. Now, the second heading is cause of action. Sometimes our advocates may think that it is very easy. Oh, cause of action means some reason is there. It is not as simple as we think it. Cause of action, as we know, it is a settled law that it is the bundle of facts which entitle a party to the relief he claims. For example, A advances a loan to B. B fails to repay it. Both the advancing of loan and the failure to pay the amount, they constitute the cause of action for a suit for recovery of money. So there are two facts. These two facts together constitute the cause of action. And here also, there are two different causes, the different types of cause of action. One is initial cause of action. The other is a proximate cause of action or immediate cause of action. The advancing of loan, it is called the initial burden. Sorry, initial cause of action.
and the failure to pay the amount, if there is demand, in spite of demand, is called the proximate cause or immediate cause of filing the suit. Then there is another term called original cause of action. Sometimes you may not find it in your textbooks, this term, original cause of action. Original cause of action, the term itself implies that there is a cause of action which is not original. So we can call the other cause of action subsequent cause of action. Subsequent cause of action. Sometimes a plaintiff may become entitled to relief on the basis of more than two causes of action. The same relief, different causes of action. So they are totally independent. They are independent causes of action. In such case, some facts may constitute the original cause of action and some other facts subsequent causes of action. The significance is that, what is this significance? The significance is that even if the plaintiff does not prove one cause of action because of some technical reasons or want of proof, he can prove the other. If he proves the other cause of action, the subsequent cause of action or the other original cause of action, one of them only, then he will be entitled to a degree. So it is sufficient for him to prove either of these two causes of action to entitle him a degree, either original cause of action or subsequent cause of action. What I can give you an example. A advances a loan to B. B executes a promissory note in favor of A. B fails to repay the amount. Now, in this transaction, there are two causes of action. A has two causes of action. How? You see, when a person gives a loan to another person, there is an implied contract between the parties that the person who borrows the amount will repay it, even though it is oral. When a person asks money as a loan, there is an implied contract that he will repay it. So that itself is a contract. There is an implied contract. That alone is sufficient to institute a suit. So that is an independent cause of action. But when he executes a promissory note, he gets another cause of action because a promissory note, a negotiable instrument, itself forms the foundation of a cause of action. A suit is maintainable on the basis of a negotiable instrument alone. So that itself is a cause of action. That is a subsequent cause of action. So in such case, the plaintiff has two causes of action. One is the implied contract of undertaking to repay the amount. The subsequent cause of action is the cause of action arising from the execution of the promissory note. What is the significance? Suppose in the case, the plaintiff or it is the court finds that the promissory note is not admissible for some reasons. The plaintiff can fall back upon the original cause of action. He can pray for a decree on the basis of the original implied contract. And a decree will be passed if he is able to prove it. That is the significance of these two causes of action, independent causes of action. But how this is to be pleaded? There is a clever way of pleading it. That is why I said that juniors may not know it. Juniors may not know it. The plaintiff must plead both causes of action. And both causes of action are as independent causes of action. How it can be done? It can be done this way. He can plead like this. The plaintiff lent 1 lakh rupees to the defendant. The defendant promised to repay it with or without interest. In addition to that, the defendant executed a promissory note undertaking to repay the amount with interest or without interest.
So you get two causes of action. But if you do not know it, what happens? If you plead like this, see, this is the pleading. Take. The plaintiff lent money to B on the B's or on the defendants executing a promissory note, undertaking to repay the amount. How many causes of action he has pleaded? He has pleaded only one cause of action. What happens when the defendant executes when the defendant executed the promissory note? The plaintiff was satisfied with that promissory note. It was in consideration of the payment, in consideration of the execution of the promissory note. The plaintiff advanced the loan. He has not stated that in addition to this undertaking to repay the amount, the defendant executed a promissory note, undertaking to repay the amount. So these two causes of action are not pleaded independently. In other words, the initial cause of action merged into the subsequent cause of action. So the plaintiff pleaded only one cause of action, the second one, the subsequent cause of action, and the initial cause of action disappeared in the pleadings. And in such cases, if the court finds that the promissory note is not admissible in evidence for some reason, one reason or another, then the suit will be dismissed. In the other case, it was not so. The plaintiff could have fallen back upon the original cause of action, and he could have proved the initial cause of action, the original cause of action, and he was entitled to a decree. In the latter case, it is not possible. The suit will be decreed. The suit will be dismissed. This is the difference between original cause of action and subsequent cause of action, and how to make pleadings of it. So when a notice is issued, you must independently state these two causes of actions independently. If you do not do it, you cannot do it in your plaints, because you have already stated that in consideration of the execution of the promissory note, you paid the amount. That means you have already admitted that there is a merger. So you cannot plead and prove the original cause of action later. That is the difficulty. So before issuing notice, you must know that he has two causes of action, and if they are pleaded independently, you are entitled to a decree even if one fails. That is the importance of it. Then is another term which also many of you might not have heard. That is compulsory cause of action. What is compulsory cause of action? Understand that in an interview for the appointment of district judges, such a question was once asked: what is the compulsory cause of action? Only one candidate could answer it. What is compulsory cause of action? See, a party need not initiate a legal proceedings or file a suit, we can say. The moment the right is infringed, or there is a threat of infringement, if the infringement or the threat of infringement is not effective, or it is innocuous, harmless, it is not effective under threat, why should you file a suit? He need not file a suit. He has a right of action, but he has no cause of action. He has a right of action. But suppose the threat is effective, or the plaintiff apprehends that the threat will be carried out, or his right will be infringed, a reasonable apprehension is there, then he has got a cause of action, and it is called compulsory cause of action. The reason is that because a cause of action has come into existence, a cause of action has come into existence because of the effectiveness of the threat or the infringement of the right. A cause of action has come into existence
and you are compelled to file a suit. You are compelled to file a suit. What is the significance? Because if the right is infringed and it is effective, or the threat causes apprehension, reasonable apprehension, and a cause of action if you have got, that means the period of limitation will start running the moment it comes into existence. So to calculate the period of limitation, the question will be whether there is a compulsory cause of action in such cases. And if you have no compulsory cause of action, the opposite party cannot be heard to say that, no, he had a cause of action earlier. So the period of limitation will start or had started earlier. This was considered by the Supreme Court in AER 1960 Supreme Court. AER 1960 Supreme Court 335. There was an earlier Madras decision, AER 1938 Madras decision, that has been considered in that Supreme Court decision. And the Supreme Court said that merely because that infringement of right, if it is ineffective, you need not do anything. You not get a cause of action. So compulsory cause of action. Then the last term is the continuing cause of action. Continuing cause of action. Continuing cause of action means in a case of continuing cause of action, the party gets a new cause of action every moment the breach or the tort continues or is in existence. Every moment you are getting a new cause of action. And every such a moment, a fresh period of limitation starts to run. You can see it in Section 22 of the Limitation Act. Section 22 of the Limitation Act. Continuing cause of action. And example, if a person causes a hindrance on a public way used by the public road, anyone whose right is affected gets a cause of action. And this cause of action is a continuing one till the hindrance continues or continues to be in existence. So every moment you get a cause of action. So if a hindrance is caused in a public way, even after 3 years you can file a suit. If it because there is a continuing cause of action. AER 2011 Supreme Court 952. 2011 Supreme Court 952. So that is with regard to causes of action. We have seen different classes of causes of action and the significance of these different classes of causes of action. Now you should decide who the parties should be before you issue a notice. Who should be the parties to the litigation? There are 3 categories of parties. The first category is necessary parties. The second category is of proper parties. And the third is formal parties. Necessary parties, proper parties, formal parties. And who is a necessary party? What is the definition for each of these terms? A necessary party is one in whose absence an effective decree cannot be passed. For if his presence is necessary to pass an effective decree, he is called a necessary party. And a proper party is a party in whose absence a complete and final decision cannot be taken on the question involved in the case. He is a proper party. Then you can see these terms defined in 1992 Volume 2 SEC 524. It is not reported in AR. 1992 Volume 2 SEC 524, Judgment of Justice Fatima Bibi. Then who is a formal party? A formal party is one
who has no interest in the dispute involved in the litigation before the court, but has some other interest in the subject matter. He has some interest in the subject matter. It has nothing to do with the dispute involved in the case before the court. He is called a formal party. For example, a person takes a lease of property from the government and he is in possession of the property. He is in possession of the property. Another person attempts to trespass into it. The lessee of the property institutes a suit for injunction against the trespass. And here, the lessee has a cause of action only against that person attempted to trespass into the property, though the property belongs to the government. But suppose he bleeds the government because the land belongs to the government. The government is not even a proper party. But government may become a proper party sometimes also. Otherwise, he is a formal party only. And the effect is also different. Misjoinder or non-joinder of parties in a suit is no reason to dismiss a suit. But non-joinder of necessary parties is the ground to dismiss a suit. You can see it in Order 1, Rule 9 CPC. Order 10, Rule 1 CPC. For example, in a suit for partition, all covenants are necessary. And if one of them is not implemented, the suit will be dismissed. And suppose there is a mortgagee. He need not be implemented. He has nothing to do with the mortgage. He has nothing to do with the partition. He can ignore it. He can proceed against the mortgage property. But he is a proper party. There is another decision of the Supreme Court also. 2004, Volume 1 SEC 317. And with regard to the pleadings, I do not propose to discuss it now because that itself can be a subject matter of another class. You can see Order 6, Order 7, and Order 8, etc. So now we come to the reliefs. Right, 317. We come to the reliefs. The plaintiff should know the reliefs he should prefer. The plaintiff should state the reliefs the plaintiff prays for. It is not sufficient for him to state in the body of the plaint, but at the foot of these pleadings, he has to show the reliefs separately. It is not sufficient for him to state in the pleadings, in the body of the pleadings, that he files this suit because he is entitled to a decree for injunction. At the foot of the pleadings, he has to state that the plaintiff prays for to issue a decree for perpetual injunction. And there are different categories of reliefs. Main relief, additional relief, alternative relief, consequential relief. See, remember that even from a single cause of action, and plaintiff may become entitled to several reliefs. Even from a single cause of action, the plaintiff may become entitled to several reliefs. We have seen that from different causes of action, separate causes of action, independent causes of action, the plaintiff may become entitled to one relief.
It is the contrary here, converse here. From the same single cause of action, a defendant, the plaintiff may be become entitled to different reliefs. The most important relief may be called the prime relief. When there are several reliefs, the plaintiff is entitled to from different causes, from the single cause of action. The most important relief may be called the prime relief, the main relief. The other reliefs may be called additional reliefs. The other reliefs may be called the additional reliefs. Example, in a suit for specific performance, the plaintiff may pray for specific performance of the contract as well as compensation for the breach. Section 21, subsections 1 and 3, specific relief act. In addition to the prayer for suit for the specific performance, he may also pray for compensation. Subsection 1. Subsection 3 says that in addition to the decree for specific performance, the court may grant him a decree for compensation also. That is an additional relief. That is an additional suit. Here, the main relief is a specific performance, the prime relief. Now, what is alternative relief? Alternative. It is not alternate, but it is alternative relief. The words are different. Alternate means onnaradam. Alternative means pagaram, instead of. Alternative relief is granted when the main relief prayed for cannot be granted. On the facts of the case, though the plaintiff has a cause of action against the defendant, he is entitled to relief, but the relief prayed for cannot be granted, the main relief prayed for cannot be granted because of some facts, some developments. For example, a suit for recovery of movable property. A suit for recovery of movable property. What is the guarantee that movable property is still with the defendant? Suppose it's a precious ornament and he has already sold it or he has destroyed it. It cannot be recovered. So when the plaintiff prays for the relief, the main relief should be for delivery or recovery of the movable property. And he should pray that if the court finds that a decree for movable property cannot be granted because of some developments, the court may direct the defendant to pay compensation for it, the amount, the value of the movable property. That is called alternative relief. You can see it in Order 20, Rule 10 CPC. Order 20, Rule 10 CPC, this is specifically mentioned. Decree for movable property, delivery of movable property, that is the heading. Then, in a suit for specific performance or contract for sale of immobile property, in addition to this specific performance, you can always claim compensation. I have already told you, but you can say that I do not want this decree for specific relief, specific performance. I only want compensation. Take a case of immobile property. There is an agreement for sale. There were valuable trees in it. Before this, after the agreement was entered into, the defendants cuts down all these trees and disposes them off. That means it is a great loss to the plaintiff. Suppose it is said he wanted to make a resort there and its geography was entirely changed. Then he does not want it. Why should he want it? It had natural beauty, it has lost its natural beauty, he has removed the soil, he has sold the earth. Then the plaintiff can say, I don't want a decree for specific performance.
I want only compensation now. This is recognized in subsection 2 or section 21 or specific relief act. Subsection 2 or section 21 of the specific relief act. He can say that if it is not possible, the court may grant him the alternative relief, or he can give up that prayer itself. Then consequential reliefs. Consequential reliefs. What is a consequential relief? A consequential relief is a relief which directly results from the prime or main relief. It directly results from the main relief. Example, a suit for declaration of title to immovable property and a consequential prohibitory injunction. Then a suit for recovery of possession of immovable property and consequential past mean profits. Past mean profits. Then a suit for specific performance of agreement for sale of immovable property and a consequential relief for possession. Then a suit for partition and sharing profits misappropriated by one of the corners, the defendant. Then suit to set aside documents and recovery of possession. This is an area where many advocates have faltered. What is its significance? If the main relief is disallowed, you will not get a consequential relief. The consequential relief also will be disallowed. In the last example, we have seen that the suit is for setting aside documents, and the consequential relief is a possession, a recovery of possession, to set aside the document and to recover possession of the property, which is the main relief. Sometimes you may doubt. See, to set aside a document, what is the period of limitation? 3 years. What is the period of limitation for recovery of possession? 12 years. 12 years. But which is the main relief and which is the consequential relief? See, unless the document is set aside, the plaintiff is not entitled to recover possession. So the main relief is setting aside the document, though the period of limitation is only 3 years, and for recovery of possession it is 12 years. So if the court finds that the prayer for setting aside the document cannot be allowed, the prayer for recovery of possession also will be disallowed. But some clever advocates make it appear that the main relief is the suit for recovery of possession, and the consequent one is the setting aside the document. No, because the substance of the court has to look into the substance of the pleadings. Unless the plaintiff is entitled, unless the document is set aside, the plaintiff cannot sue for recovery of possession. That means one is the cause, the other is the result effect. If one is the cause and the other is effect, the first one is called the main relief and the second one is called the consequential relief. That is the test. 2007 to the year 2001 Supreme Court. Year 2001 Supreme Court 2607. 2607. 2007 Volume 5 SEC 614. And you should also know what relief you should claim. What is the proper relief to be claimed? It is not proper. It is not for the advocate to make any claim.
You cannot make a claim for any relief. It should be the proper relief on the basis of the facts pleaded by you. What is the proper relief? Take a case where a suit is for partition. What is the prayer and what is the decree for? That will be passed by the court. We can simply say that in a suit for partition, you can pray for partition. What else is it? No. Though it is called a suit for partition, the real relief that will be granted to the party is separation of share. Separation of share. Yes. Separation of share. So the suit should be for partition and separation of plaintiff's share. You are paying court fee for separation of prayer, not for partition. And decree should be passed for separation of share. That is why in a suit for partition, it is mandatory for the court to determine the share of each corner. Though all have not claimed for this separation of share. And the decree will be given, an executable decree will be given only to the plaintiff who claims for separation of this share. That is the nature of partition suits. Then, in a suit in which the allegation is that a document is bad or vitiated, two situations may arise. One, if the plaintiff is a party to the document, what should be the prayer? If the plaintiff is not a party to the document, what should be the prayer? In a suit, if the plaintiff is a party to the document, it is necessary for him to plead for setting aside the document because he is a party to it. And if he is not a party to the document, he need not pray for setting aside. It is sufficient that he makes a prayer for declaration. May pray for a declaration that the document is not binding on him or it is a void document. A year 2010 Supreme Court 2807. No, before you file a suit, you must know in which court the suit should be filed or the legal proceedings should be instituted, which is the competent court to entertain the proceedings. We call it jurisdiction. The power to entertain, the authority of a court to entertain a proceeding is called the jurisdiction. So, which court has the jurisdiction? There are different categories of jurisdiction. As we all know, the first one is the territorial jurisdiction. Local jurisdiction we can call. The second is the pecuniary jurisdiction, depending upon the valuation of the suit. And the third is the subject matter of the suit. Subject matter, cause of action, jurisdiction relating to subject matter. And the last one, sometimes some of you might have noticed personal jurisdiction. Personal jurisdiction. Territorial and pecuniary jurisdiction, I need not elaborate upon it, everybody knows it. But the subject matter of jurisdiction, because you know, there are many special statutes in criminal law as well as in the civil law. There are many special statutes, and the proceedings under those statutes may be instituted only in particular courts because of the subject matter. For example, land acquisition cases. You cannot institute in a municipal court. Then divorce, we can institute only in a family court now. Then PC Act, Prevention of Corruption Act, you have to institute in a special court only. Even the magistrate does not have the power even to forward a complaint under Section 153.
if the matter relates to PC Act. What is the significance of it? The significance is that if a court which has no jurisdiction as to the subject matter of the proceedings passes a decree or order, it is a nullity. It is a nullity. And it has no value. AR 2007 Supreme Court 1077. AR 2007 Supreme Court 1077. Then what about the personal jurisdiction? You will not get much literature on this personal jurisdiction. Different people have considered it differently. Right. Considered it differently. It is a jurisdiction over particular persons. Jurisdiction over particular persons. So a proceedings can be initiated in relation to that person only in particular forum. It is called a personal jurisdiction. Take the case of defamation of president, prime minister, union ministers, etc. Say under section 199 of the Criminal Procedure Code, it has to be instituted. The complaint has to be instituted in a sessions court. So that is because of the personal jurisdiction. Then Juvenile Justice Act. Children, they form a group. It's a personal jurisdiction. Only JJ Board has jurisdiction over them. So that is the fourth category of jurisdiction, personal jurisdiction. Now, can jurisdiction be conferred upon a court by agreement? Parties cannot, by agreement, confer jurisdiction on a court which does not have jurisdiction. But if there are several courts having jurisdiction in a particular matter, because a part of the cause of action arose in a court, and another part in another court, another part in at another court, several courts have concurrent jurisdiction. Then, in such cases, the parties may agree to exclude all but one court, the jurisdiction of all courts except one. You can say that, yes, this court alone will have jurisdiction to entertain a dispute between us. That is AR 2002 Supreme Court 2402. And when we consider a particular matter governed by a special or latter statute, you must see whether there is a clause regarding jurisdiction, whether the statute has invested the jurisdiction on any court, particular court. See, in the Indian Succession Act, under Section 371 CRPC, under Section 371 of the Indian Succession Act, jurisdiction is conferred on district judge. Suppose you are satisfied as a district judge alone has jurisdiction. You are wrong. Because there is another provision, Section 388, which says that the government may by notification invest this jurisdiction on any other court, inferior court. So you must know that government has been empowered to confer jurisdiction on any other court, inferior court, by issuing a notification in a gazette. Section 388. Then you must look for notification, if any. You must verify whether government has issued any notification investing any other court, inferior court, with the jurisdiction. Otherwise, you will be inclined to file it in the district court. The district court will say that, no, there is concurrent jurisdiction under Section 388 in Kerala. Madras also, I think it is so, because it is a very old notification.
So they have got concurrent jurisdiction, municipal court, subordinate court, as well as the district court have concurrent jurisdiction so far as the Indian Succession Act, Section 371 matter is concerned, issuance of this succession certificate, concurrent jurisdiction is there. Now the last one is the limitation. The limitation also, you must ascertain that you are going to institute a proceedings within the period of limitation. What is the importance of it? Even before a notice is issued, you must ascertain it. What is the significance? The significance is that we have seen there are two types of notices. One is statutory notice and the other is non-statutory notice. Non-statutory notice. Suppose the plaintiff comes to you on the last day of this or a few days before which the suit will become time barred. And it is a case of non-statutory notice. If you think it proper, you may issue a notice. Without ascertaining whether the period of limitation is going to be over, if you issue a notice and wait for the reply, then the suit will become time barred. The suit will become time barred. So before a notice is issued, you must ascertain that the period of limitation is not at over. Suppose the period of limitation will be over within 2 months and the party comes to you and the defendant is the government. Under Section 80, it is mandatory for you to issue a notice. And if the notice is not issued within the period of limitation, it is of no use. You will not get the benefit of subsection 2 or section 15. The suit will be barred. You have to issue a notice, and by the time it will be 2 months is over, it will be barred. If it is issued within the period of limitation, you will get benefit. And if it is issued after the period of limitation, then you will not get the benefits. This is the period of limitation. Then section 29, this should be a subject matter of another class. We cannot take it in this class. These are the steps, or these are the facts you have to bear in mind before you embark upon a litigation on behalf of a party. What I say is this: the battle begins not with the institution of the suit, but when you decide to issue or not issue a notice. If your decision is wrong as to the issuance of a notice, sometimes it will be decisive, will have disastrous consequences. And if you do not have the burden of proof, you will state many things which are unwarranted in your notice, or you may miss some points which are warranted in your notice. Likewise, all other facts. So it is necessary for you to ascertain all these facts before you embark upon a litigation on behalf of a party. I think that is sufficient for the day. And each topic can be a subject matter of separate classes. Thank you. Thank you very much. Thank you, sir. Thank you, sir. Thank you, sir. Thank you very much. Thanks a lot, sir. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Thank you very much. sir. Thank you. Thank you, sir. Thank you so much, sir. Thank you. Thank you very much, sir. Thank you very much. Somebody wanted a ruling like this. That can you show it again? AR 2000. Mastron AR 2000. Somebody showed it in chat box. Hello, this is. Can you show it again that this is a particular ruling? AR 2010 SC 2807. 2807. Okay. 2807. Thank you. Thank you. Thank you, sir. Before leaving, there is an important announcement. Please wait. All the participants are ready to take into the platform itself. Dear friends, please mute your mic. Okay.
Thank you very much, sir. For an of the Bar Council, I express our sincere thanks to have the first class, and it's very informative and it's very good in nature, and we have got much knowledge regarding the subject also. Anyway, as our Lordship has said, some of the other few important topics also in future days will be covered by our justice, and we are eagerly waiting for the date and time of our justice. Thank you very much, sir. And in respect of our participants, I would like to inform you that tomorrow our class will be handled by Ralph sir, Jonas Ralph, Advocate High Court of Kerala. In this, the topic is that how to prepare yourself for criminal trial. So thereafter, we are planning to have the subjects by syllabus and grading the participants according to their C0 in our profession. So that's only the information, and keep up the time also wherein which is announced. All the participants we have grouped in the WhatsApp group. Through the WhatsApp group, we are giving the instructions regarding the class and the topics. So kindly follow those aspects also. Thank you very much. Somebody asked for my number. Please, Okay. you may get it from the Bar Council. You can contact anyone. You may get that may be displayed if necessary. Definitely, sir. If they are asking, we will Yes. provide. Somebody asked for it. I think in the chat box you can give it. I have no objection to it. Okay, sir. Okay. So thank you very much. Thank you very much. All Sir. the best, my friend Mr. Ralph. Okay, thank you very much, sir. Yes. Our council member Thank is, you very much for the Bar Council also. It's a Thank you, continuing Mr. Prabhat. process. Thank We you. want your guidance also, because the continuing process, we are thinking to make it in live, because continuing legal education is one of our duty. Yes. Because I have been with the Bar Council. I will be with the Bar Council also. Thank we you. all, sir, we all know. Yes. Anyway. Okay, sir. So thank I you. may leave now. Thank you. Thank you very much. Take care, sir. Thank you. Shamim, we can